നമ്മൾ പല നന്മകളും ഇല്ലാതെയാകുന്നത്. ബിദ്അത്ത് ഹസനത്തുണ്ട്, ബിദ്അത്ത് സയ്യിഅത്തുണ്ട്. ബിദ്അത്ത് തന്നെ ദീനിൽ ഇല്ലാത്തത് നല്ല ഇതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അതില്ല, തങ്ങളത് പറഞ്ഞതിലില്ല. പക്ഷേ ഇത് ദീനിന്റെ ഒരു പ്രമാണവുമായി ഒരു കോൺട്രഡിക്ഷൻ അതിനില്ല എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഒരു നിയമത്തിന്റെ വിരുദ്ധമല്ല. അങ്ങനത്തെ ഒരു പുതിയ കാര്യം ബിദ്അത്തു ഹസന, ഒരു നല്ല ബിദ്അത്താണ്. പക്ഷെ അള്ളാഹു പറഞ്ഞതിന് എതിര് വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിര് വരുന്നുണ്ട്, ഉലമാഇന്റെ ഇജ്മാഇനെതിരാണ്, അല്ലെങ്കിൽ ഉലമാഇന്റെ ഫത്വകൾക്കെതിരാണ്. അത്തരം വിഷയങ്ങൾ ബിദ്അത്തു സയ്യിഅ, അത് മോശമായതാണ്, ഒഴിവാക്കേണ്ടതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് പരിശുദ്ധ ഖുർആൻ ഒരു മുസ്ഹഫാക്കി ക്രോഡീകരിക്കുന്നത്. അത് ഒരു ബിദ്അത്തായിരുന്നു. അതിനർത്ഥം മോശമാണെന്നാണോ? അല്ല, ബിദ്അത്തു ഹസന. എന്തേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിലവിലില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തറാവീഹ് നിസ്കാരത്തിന് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സഹാബിയെയും ജമാഅത്തായി നിർത്തിയിട്ട് തറാവീഹ് നിസ്കരിപ്പിച്ചു. സ്വഹീഹായ ഹദീസ്. അത് ബിദ്അത്താണോ? ബിദ്അത്താണ്. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സ്വഹാബത്ത് വന്നപ്പോ തങ്ങൾ വീട്ടിലേക്ക് കയറിയിരുന്നു, ആ തറാവീഹിന് നേതൃത്വം കൊടുത്തില്ല. ഖശീതു അൻ യുഫറദ അലൈക്കും, ഇത് അല്ലാഹു നിങ്ങൾക്ക് ഫർളാക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് നിങ്ങളുടെ ആവേശം കണ്ടിട്ട്. പക്ഷേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതൊരു മസ്ലഹത്താണ്, ഒരു നന്മയാണ്. ദീൻ എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവരിൽ നിന്ന് പഠിച്ചെടുത്ത സ്വഹാബത്ത്, താബിഈങ്ങൾ, ഉലമാ, ഇവർ പറഞ്ഞിരുന്നതാണ് ദീൻ. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു അത് ബിദ്അത്താണ്. ഖുർആൻ 30 ജുസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ 30 ജുസ് ആണ്. ഇത് താബിഈങ്ങളുടെ കാലശേഷം ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന അക്രമിയായ ഭരണാധികാരിന്റെ കാലത്ത് ഈ 30 ജുസ് ആക്കിയത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചില്ലേ? എന്തേ? അതിൽ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഒരു പ്രമാണങ്ങളോടും അതിനെതിരില്ല. എന്താ പ്രശ്നം? ഇതാണ് ബിദ്അത്തു ഹസന, നല്ല മൗലിദ് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇത് ബിദ്അത്താണോ? ബിദ്അത്താണ്. പക്ഷേ ബിദ്അത്തു ഹസന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലേ? പക്ഷേ ഇത് നബി തങ്ങളെ കുറിച്ച് ഏറ്റവും അറിയപ്പെടാനുള്ള അവസരമല്ലേ? ഹബീബായ തങ്ങളോട് ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള അവസരമല്ലേ? ഹബീബായ നബിയെ പറ്റി പറയല്ലേ? അതിലെന്താ കുഴപ്പമുള്ളത്? അപ്പൊ ഹറാമായ വിഷയങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു, ഇത്തരം നല്ല കാര്യങ്ങൾ കൂടെ അത് ബിദ്അത്താണ്. പക്ഷെ നല്ല ബിദ്അത്താണ്. അതുകൊണ്ടാണ് ഉലമ അത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പൊ മൊബൈൽ ഇത് ബിദ്അത്താണോ? അല്ലേ? നിങ്ങൾ പറഞ്ഞത് എന്താണ്? ബിദ്അത്താണ്. നമ്മുടെ സമ്മേളനങ്ങൾ ബിദ്അത്താണോ? അല്ലേ? ആണ്. പക്ഷെ അതിൽ അല്ലാഹുവിന്റെ ദീനിന് ഒരു എതിരുമില്ല. പിന്നെന്താ പ്രശ്നം? എല്ലാം ബിദ്അത്താണെന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. ദീനിൽ പ്രകടമായ അറിയപ്പെട്ട ഒരു അഹ്കാമിന് എതിരുണ്ടോ അത് മാത്രമേ ബിദ്അത്തു സയ്യിഅ. അങ്ങനെയൊക്കെ പറഞ്ഞ അവിടെ ദീനുണ്ടാവൂ? ബിദ്അത്തു ഹസനകളാണ്. ബിദ്അത്തു ഹസനകൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലത്ത് 2 ബാങ്ക് നിർത്തില്ലേ? ജുമുഅന്റെ 2 ബാങ്ക്. ജനങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ ഒരു ബാങ്ക് കൊടുക്കുക, എന്നിട്ട് ദുഹറിന്റെ ശരിയായ സമയത്തിനുള്ള ബാങ്ക് പിന്നെ കൊടുക്കുക. ഈ നിയമം വന്നിട്ടുള്ളത് എപ്പോഴാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലത്താണ്. അല്ലേ? ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ്. ഖുർആൻ പ്രിന്റ് വന്നത് നല്ല ബിദ്അത്താണ്. അറബി കോളേജുകൾ ഉണ്ടാക്കിയത് നല്ല ബിദ്അത്താണ്. പള്ളി കമ്മിറ്റികൾ ഉണ്ടാക്കിയത് നല്ല ബിദ്അത്താണ്. മദ്രസാ പ്രസ്ഥാനം ഇത് നല്ല ബിദ്അത്താണ്. അന്ന് കാലത്തില്ല, പക്ഷേ പിന്നീടുണ്ടായത്. പക്ഷെ ദീനിന്റെ ഒരു പ്രമാണത്തോടും അതിന് ഒരു വൈരുദ്ധ്യവും വരുന്നില്ല. പിന്നെന്തായാലും പ്രശ്നം. അപ്പൊ ഇതാണ് ബിദ്അത്തിനെ സംബന്ധിച്ച് പല വിഷയങ്ങൾ. അങ്ങനെ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോ ഞാൻ അസറിന്റെ ശേഷം യാസീൻ ഓതുകയാണ്. ഒരു സാധുവായ മനുഷ്യൻ ഒരു അസറിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് യാസീൻ ഓതുകയാണ്. അപ്പൊ ഒരുത്തം വന്നിട്ട് ഇതിന് ഹദീസ് ഉണ്ടോ? എന്തായി ചെയ്യാം? അസറിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ യാസീൻ ഓതിന് തെളിവുണ്ടോ? ഇത് ചോദിക്കരുത്. ഇത് ദീനിൽ അറിയപ്പെട്ട ഒരു പ്രമാണത്തോട് വിരുദ്ധമാണോ? അല്ല. പിന്നെന്താ ഇതിന് കുഴപ്പം? അത്രയുള്ള വിഷയം. മനുഷ്യന്മാര് പറഞ്ഞെടുത്തോണ്ട് ആൾക്കാർക്ക് കൂടിയിരിക്കുമ്പോ ആമീ എന്ന് പറയാൻ പേടിയല്ലേ? ചില പാർട്ടിക്കാരായ ആൾക്കാർ സദസ്സിൽ അള്ളാന്റെ മുമ്പിലേക്ക് കയ്യെടുത്ത് കുറച്ചോനെ നീ സ്വീകരിക്കണമെന്ന് ഞാൻ ഇത് പറ്റൂല, ഇത് ബിദ്അത്തല്ലേ. എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ? ബിദ്അത്താണ് ആണെന്ന് വിചാരിക്കുക. ഉലമാ പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം ദുആ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഉലമാ ഒരുപിടി ഹദീസുകൾ എടുത്തിട്ടാണ് അത് ജായിസാണെന്നോ അത് നല്ല കാര്യമാണെന്നോ നെദ്ബാണെന്നോ പറഞ്ഞിട്ടുള്ളത്. അത് തങ്ങൾ ഇല്ല. ബിദ്അത്താണോ? ആണ്.
പക്ഷേ നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്, ഒരു നല്ല ഇബാദത്തിന്റെ അവസരത്തിലാണ്. അള്ളാഹുവിനോട് ദുബുറ കുല്ലി സ്വലാത്തിൻ, നിസ്കാരങ്ങളുടെ പിന്നിൽ നിന്ന് ദുആ ചെയ്താൽ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ അവസാനത്തിൽ ദുആ ചെയ്താൽ ദുആഇന് ഉത്തരം കിട്ടും. വജൗഫിൽ ലൈൽ, രാത്രിയുടെ ഉള്ളിൽ പാതിരാത്രി ദുആ ചെയ്താൽ ഉത്തരം കിട്ടും എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ദുആ ഇറക്കുക. എന്താ അതിന് കുഴപ്പം? അത് ദീനിൽ പ്രകടമായ ഒരു നിയമത്തിന് വിരുദ്ധമാണോ? അല്ല. പിന്നെ എന്തിനാ കുറ്റം പറയേണ്ടത്? ഒരാളെ മരിച്ചു കിടക്കുകയാണ്, ആ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുകയാണ്, ഇത് ബിദ്അത്താണോ? ആണെന്ന് വിചാരിക്കുക, അങ്ങനെ സങ്കല്പിക്കുക. ഇതിലെന്താ കുഴപ്പം? നമ്മളവിടെ കുത്തിട്ട് പത്രം വായിക്കുക, ഇതാണോ വേണ്ടത്? ഖുർആൻ ഓതല്ലേ? ഖുർആൻ അതിന് തെളിവ് വേണമെന്ന് ചോദിക്കേണ്ട. ഇതിന് എതിരുണ്ടോ? ഇവിടെ ഖുർആൻ ഓതാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും നോക്കേണ്ടത് അതില്ല. സുബ്ഹാനല്ലാഹ്, മയ്യത്തിന് ബറക്കത്ത് കിട്ടട്ടെ. ഖുർആൻ ബറക്കത്തല്ലേ? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഇത് റഹ്മത്തല്ലേ? ആ വീട്ടിൽ റഹ്മത്ത് വരട്ടെ, ഈ മയ്യത്തിനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോകട്ടെ, അതുകൊണ്ട് ഞാൻ ഓതുകയാണ്. എന്താണ് ഇതിന് കുഴപ്പം? അപ്പോ ബിദ്അത്തുകൾ ഈ രണ്ടിന് ഇത് മനസ്സിലാക്കിയ ഒരു വിഷയമില്ല മുഅ്മിനീങ്ങളെ. നമ്മൾ വെറുതെ മൈക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ്? ബിദ്അത്ത് എന്ന് പറയുമ്പോഴൊക്കെ ചാടി എഴുന്നേൽക്കുക, എല്ലാം ബിദ്അത്ത്. ഈ ഇസ്ലാമിക് സെന്റർ ബിദ്അത്തല്ലേ? ആണ്. ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ലാഹു റസൂലിന്റെ കാലത്തുണ്ടോ? ഇല്ല. ഇത് ബിദ്അത്താണ്. പക്ഷെ അതിന് എന്താ കുഴപ്പം? ബിദ്അത്തു ഹസന, ഒരു നല്ല കാര്യമില്ലേ? ആൾക്കാർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ലേ? ഈ മൈക്ക് ബിദ്അത്തല്ലേ? ആണ്. ഇതായി വാക്കിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഈ സ്ക്രീൻ, ഇതിന്റെ ലൈറ്റ്, ഈ സീലിംഗ്, ഇതൊക്കെ ബിദ്അത്ത് അല്ലാഹു റസൂലിന്റെ കാലത്തുണ്ടോ? ഇല്ല. എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ പേടിപ്പിക്കുന്നത്? യാ അല്ലാഹ്. അപ്പൊ ദീനിന്റെ ഒരു നിയമത്തിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു വിഷയമാണോ? അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അള്ളാന്റെ റസൂലും അള്ളാഹും അരുത് എന്ന് പറഞ്ഞൊരു വിഷയമാണോ? അല്ലെങ്കിൽ ഇജ്മാഇലോ ഖിയാസിലോ ഉലമാഇന്റെ അഭിപ്രായത്തിലോ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അത് ബിദ്അത്ത് സയ്യിഅത്താണ്, മോശമായ വിഷയമാണ്. ഉലമാ അംഗീകരിച്ചൊരു വിഷയം. ഇപ്പൊ 4 മദ്ഹബുകൾ അംഗീകരിക്കണം എന്ന് ഉലമാഇന്റെ ഇജ്മാഅ, ലോക പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയമാണ്. 4 മദ്ഹബ് അനുസരിച്ച് ജീവിക്കാവൂ. ഇത് ഹദീസിലുണ്ട്? ഇല്ല. പക്ഷേ ഉലമാ, ലോകത്തെ മുഴുവൻ ആലിമീങ്ങൾ, ഇജ്മാഉ ഹാദിഹിൽ ഉമ്മ. എന്തേ? അല്ലെങ്കിൽ ആളുകൾ തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങും, ഹദീസുകൾ വെച്ച് സ്വയം അർത്ഥം വെച്ച് ജീവിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ബിസ്മി ഓതാതെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഫാത്തിഹയിൽ ബിസ്മി ഓതണോ വേണ്ടയോ? ഓതാതെ നിസ്കരിക്കുന്ന മദ്ഹബുകളുണ്ട് അല്ലേ? ഹനഫി, നമ്മൾ ഇവിടെ ഓതുന്ന അധിക പള്ളിയിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചോദുന്നില്ലേ? മദ്ഹബിൽ അഭിപ്രായം അങ്ങനെ ഉണ്ട്. പക്ഷേ ആ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് അടിസ്ഥാനമുണ്ട്. ഞങ്ങൾക്ക് മദ്ഹബൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഹദീസ് കിട്ടിയാൽ മതി, ഞങ്ങൾ ചെയ്തോളാം. ഇത് ബിദ്അത്താണ്. അത് ചെയ്യരുത്. അത് ഉലമാഇന്റെ ഇജ്മാഇനെതിരാണ്.